വിദ്യാസാഗറിൽ നിന്ന് തുടങ്ങാം. ശ്രീ വിദ്യാസാഗർ, നേരത്തെ പലപ്പോഴും NSSുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അടുപ്പവും പിണക്കവും SNDPയിൽ പ്രകടമായതാണ്, വെള്ളാപ്പള്ളി നടേശനിൽ പ്രകടമായതാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സ്വാമി സച്ചിദാനന്ദയെ തള്ളുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു പരാമർശം ഉണ്ടാവുകയും NSSുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മൗനം പാലിക്കുകയുമാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. എന്തായിരിക്കാം അതിനു പിന്നിൽ എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട് കാണുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഈ കാലത്തിനൊപ്പിച്ച് കോലം മാറ്റണം എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. കാലത്തിനൊക്കെ ഒപ്പിച്ച് വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റേണ്ടത് മാറ്റാനും പരിഷ്കരിക്കേണ്ടത് പരിഷ്കരിക്കാനും ഒക്കെ എല്ലാ സമൂഹവും തയ്യാറാകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സമൂഹം മുന്നോട്ട് പോവുക. ഈ മാറ്റങ്ങളെ, ആചാരങ്ങളെ, പല അനാചാരങ്ങളെയും വളരെ മാറ്റപ്പെടാൻ പാടില്ലാത്തതാണെന്ന് ദൃഢമായി സമൂഹം വിശ്വസിച്ചിരുന്ന എത്രയോ വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങളെ ഉണങ്ങിയ ഈർക്കിലി ഒടിച്ചു കളയുന്നത് പോലെ ഒടിച്ചൊടിച്ചു കളഞ്ഞ് മുന്നോട്ട് സമൂഹത്തെ നയിച്ച നേതാക്കന്മാരല്ലേ ശ്രീ മന്നത്ത് പത്മനാഭനും അതുപോലെ ശ്രീനാരായണ ഗുരുവും ഒക്കെ. അങ്ങനെ അവരുടെയൊക്കെ ആ പാതകളിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ആ പാതകളെ മണ്ണുമൂടി പോകാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും SNDP യോഗത്തിന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്, ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് എന്നും ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ ഇതിപ്പോൾ അനുവർത്തിച്ചു വരുന്നുണ്ട് എന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞത് എന്നുമാണ്. പക്ഷെ അപ്പോൾ പോലും ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ പരാമർശത്തെ അദ്ദേഹം പ്രമാണിയാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതെന്തിന്? താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന പരാമർശമാണ്. അതെന്തുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിൽ പ്രതികരിച്ചത് താങ്കളുടെ നിരീക്ഷണത്തിൽ? അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും നമുക്ക് അതിന്റെ മോട്ടിവേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പപ്പോ തോന്നുന്ന ഓരോ അഭിപ്രായങ്ങൾ പലപ്പോഴും സമയത്തിനൊപ്പിച്ച് നിറം മാറിയും നിറം മാറാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ. ശരി, അവിടെയാണ് ഒരു സംശയം. അപ്പോഴുള്ള സാഹചര്യം എന്നത് ശ്രീ വിദ്യാസാഗർ താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? ഈ രാഷ്ട്രീയ സാഹചര്യം അതിൽ പ്രസക്തമാണോ? രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും ഒക്കെ നോക്കിയാൽ അദ്ദേഹം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് എടുത്തിരിക്കുന്ന നിലപാടുകള് പലപ്പോഴും പൂർവാപര വിരുദ്ധമായിട്ടും SNDP യോഗത്തിന്റെ ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും യോജിക്കാത്ത വിധത്തിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ധാരാളം നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനോടൊന്നും കാര്യമായിട്ട് പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ഒരു ആശയം അത് ചർച്ച ചെയ്യപ്പെടണം. പിന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ആവുമ്പം പെട്ടെന്ന് ആരെങ്കിലും പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു മാറ്റം എന്നതിനപ്പുറത്ത് സമൂഹത്തിൽ അത് വ്യാപകമായി ചർച്ച ചെയ്യുകയും അതിനനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കരണീയമായിട്ടുള്ളത്. കാലദേശോചിതം ഒരു ശ്ലോകമുണ്ടല്ലോ, കാലദേശോചിതം കർമ്മം ധർമ്മം, കാലദേശോചിതം കർമ്മം ധർമ്മം മിഥ്യഭ്യുദയത എന്നൊക്കെയാണെന്ന് പറയുന്നത്. അപ്പൊ കാലദേശങ്ങൾക്ക് അനുസരണമായിട്ട് ഓരോ കാര്യങ്ങളും മാറി വരിക, ആ കാലത്തിന് യോജിക്കുന്ന ധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കുക. അതാണ് സാമൂഹ്യ നേതാക്കൾക്കും ആത്മീയ നേതാക്കൾക്കും
ഒക്കെയുള്ള ഉത്തരവാദിത്വം ശരി, ഞാൻ താങ്കൾ